ഹലോ ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും കേസ് മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കേസിൻ്റെ പ്രിപ്പറേഷനിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരിക്കും. സിലബസ് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്ലാനിങ്ങിൻ്റെ പലവിധ സ്റ്റേജസിലായിരിക്കും. ചിലർ പഠിച്ചു തുടങ്ങി ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, റിവൈസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ ഒരു അൾട്ടിമേറ്റ് വെപ്പണായിട്ടാണ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് സക്സസ് ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ജൂൺ 14-നാണ് KASൻ്റെ പ്രിലിംസ് എക്സാം. അപ്പോൾ ഇനി നോക്കുമ്പോൾ ഹാർഡ്ലി ഇന്നത്തെ ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ ലെറ്റ് സേ 84 ഡേയ്സ്. സോ ഹാർഡ്ലി 80 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതായത് 3 മാസം തികച്ചില്ല. ഈ 80 ദിവസത്തിനുള്ളിൽ എന്താണ് നമുക്ക് അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ റാൻഡമായിട്ട് ഇഷ്ടമുള്ള ഭാഗങ്ങൾ പഠിക്കുക, ചില സ്ഥലങ്ങൾ പഠിക്കുക, അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് സക്സസ് ഉണ്ടാവുമോ? ആസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സെഡ്, ശരിക്കും പറഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പറായൊരു പ്ലാനിങ്ങിൻ്റെ റെസിഡ്യൂ ആണെന്ന് പറയാം. നല്ല കൃത്യമായി എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സക്സസ് വിൽ ബി യോസ്. അപ്പം എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം? വാട്ട് യു ഹാവ് ടു ഡു? ആൻഡ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൗ ടു പ്ലാൻ ആണ്. എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് നമുക്കറിയാം, കേസിൻ്റെ സിലബസ് എന്താ? വെരി വാസ്റ്റ് ആണ് അല്ലേ? അതായത് പ്രിലിംസിൻ്റെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1-ൽ എന്താ? ഹിസ്റ്ററി ആണ് മെയിൻ ഒരു 40 മാർക്സിന് വരുന്നത്. ഹിസ്റ്ററിയിൽ എന്തൊക്കെയുണ്ട്? വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അല്ലേ? അത് കഴിഞ്ഞിട്ടോ പോളിറ്റി, പിന്നെ IR, സിവിക്സ്, ആ മൊഡ്യൂളാണ് പിന്നെയുള്ളത് മാത്സിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, പിന്നെ നമ്മുടെ ജിയോഗ്രഫിയുടെ ഒരു മൊഡ്യൂളുണ്ട്. ജിയോഗ്രഫിയിൽ അഗൈൻ ഫിസിക്കൽ ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി. ഇനി പേപ്പർ 2-ലാണെങ്കിലോ ഇക്കണോമിക്സിന് ഏകദേശം എന്താണ് ഒരു 1.5 പേജ് നിൽക്കുന്ന സിലബസ് ആണല്ലേ, 7-8 മൊഡ്യൂളുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, അഗൈൻ വലിയ ഒരു ഏരിയ ആണ്. 5-6 മൊഡ്യൂളുണ്ട്. എൻവയോൺമെൻറ്റ് മൊഡ്യൂളുണ്ട്, ഡിഫെൻസിൻ്റെ മൊഡ്യൂളുണ്ട്, പിന്നെയുള്ളത് ഇംഗ്ലീഷും മലയാളവുമാണ്. റിലേറ്റീവ്ലി ചെറിയൊരു സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസ് വളരെ വാസ്റ്റാണ്. കൈൻഡ് ഓഫ് UPSCയുടെ അതേ സിലബസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിലബസ് തന്നെയാണ് നമ്മുടെ KASൻ്റെ. അപ്പോൾ ഇതിൽ ഓരോ വരികളും ഒരുപാട് എന്താ പറയുക ടോപ്പിക്സിനെയാണ് ഇവർ ഉൾക്കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് ഫ്രം 18th സെഞ്ച്വറി അപ് ടു പ്രസൻറ്റ്, 18ാമത്തെ സെഞ്ച്വറി മുതൽ ഇപ്പോൾ വരേക്കും അതിൽ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഏതൊക്കെ ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഏതൊക്കെ ഇവൻറ്റ്സിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ, ഇത്രയും സെഞ്ച്വറീസ് വരുമ്പോൾ എന്തോരം ഇവൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കുള്ള ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് കൊടുത്തിരിക്കുക. അപ്പോൾ സിലബസിൽ നോക്കുമ്പോൾ ഒറ്റ വരിയേ ഉണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് എത്ര ഡെപ്തിൽ പോകണം? ഇതാണെങ്കിൽ എക്സാം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, ഡിഫിക്കൽട്ടാണ്. ഇനി അടുത്ത് നോക്കിയേ, സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഇൻ ദ 19th and 20th സെഞ്ച്വറി. 2 സെഞ്ച്വറിയിലെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഹൗ വിൽ വി ഡു ദാറ്റ്? ഇതിപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ സിമിലർലി ഇപ്പോൾ ജോഗ്രഫി നോക്കുവാണെങ്കിൽ ബേസിക് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രഫിയുടെ മൊഡ്യൂളുണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് എയർ, മാസ് ആൻഡ് ഫ്രണ്ട് ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ വരും? എയർ മാസ് വരും, ഫ്രണ്ട് ഫോർമേഷൻ വരും, ടൈപ്സ് ഓഫ് ഫ്രണ്ട് വരും, ടെമ്പറേറ്റ് സൈക്ലോൺ ഫോർമേഷൻ വരും. അങ്ങനെ മൾട്ടി ലെവൽ ആസ്പെക്ട്സ് ആണ് എന്ത് ഈ ഓരോ വരി സിലബസിലും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സിലബസിന് എത്ര ഡെപ്ത് വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ പ്രോപ്പറായി ബ്രേക്ക് ഡൗൺ ചെയ്യണം, ഈ ഒരു വാക്കിൽ എവിടെ വരെ ഏത് ലെവൽ വരെ നമ്മൾ പോകണം എന്നറിയണം. ഇനി ഇതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അറിയണം. വെറുതെ റാൻഡമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതിയോ? ഇപ്പോൾ ChatGPT-യോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് 100 അല്ല 1000 ടോപ്പിക് ആയാലും കിട്ടും. പക്ഷേ എവിടെ ഫോക്കസ് ചെയ്യണം? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? എങ്ങനെയാണ് എക്സാമിന് ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഇതൊക്കെയാണ് എന്ത് നമുക്ക് പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് വരിക. അപ്പോൾ ഇനി എങ്ങനെ ഇത് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിലബസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കവർ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾക്കൊരു പ്ലാനർ വേണം. ലെറ്റ് us say it is a സ്റ്റഡി പ്ലാനർ ഒരു കോഴ്സ് പ്ലാനർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ മുമ്പിൽ 80 ഡേയ്സേ ഉള്ളൂ.
ആൻഡ് വലിയൊരു സിലബസ് ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ഈ സിലബസ് തീർക്കണം. നമുക്കാണെങ്കിൽ സമയവുമില്ല. ആകെ 80 ദിവസമാണ് ഉള്ളത്. ഇനി വെറുതെ 80 ദിവസം പഠിച്ചാൽ മതിയോ? പോരാ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? മറന്നു പോകും. അപ്പോൾ എഫക്റ്റീവായി റിവിഷന് സമയം കണ്ടെത്തണം. ഇനി പഠിക്കുക റിവിഷൻ ചെയ്യുക മാത്രം മതിയോ? പ്രാക്ടീസ് ഇസ് വെരി ക്രൂഷ്യൽ. അപ്പോൾ ടെസ്റ്റുകൾ എടുക്കണം. എത്ര ഡ്യൂറേഷനിൽ ടെസ്റ്റുകൾ എടുക്കണം? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളൊരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് അഷ്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സക്സസ് ഈസ് ദ റെസിഡ്യൂ ഓഫ് എ പ്രോപ്പർ പ്ലാനിങ്. അപ്പോൾ എന്താണ് ഒരു കറക്റ്റ് സ്റ്റഡി പ്ലാൻ, കോഴ്സ് പ്ലാൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഒരു റൈറ്റ് മെൻറ്റർ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഗൈഡൻസ് ഉള്ള ആളുടെ ഹെൽപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക. എന്തിനാണത്? ബിക്കോസ് എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഇതിൽ ക്രൂഷ്യലാണ്. ഓരോ സബ്ജക്റ്റും എത്ര ഡെപ്തിൽ പഠിക്കണം, ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള എക്സാംസ് എങ്ങനെയായിരുന്നു, ആ ഒരു അനാലിസിസ് എങ്ങനെയാണ്. ഇപ്പോൾ UPSC പോലെ KSൻ്റെ ഹയർ ലെവൽ എക്സാംസിൻ്റെ ട്രെൻഡ് നോക്കുക. അങ്ങനെ ആ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും വെരി എസെൻഷ്യലാണ് എന്തിന്, ഒരു എഫക്റ്റീവ് പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ. ഇനി അടുത്തതോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ടു പിക്ക് ആൻഡ് വാട്ട് നോട്ട് ടു പിക്ക്. 1000 അല്ല 2000 ടോപ്പിക്ക് വേണമെങ്കിൽ എന്താ ലിസ്റ്റ് ചെയ്ത് തരാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഏതിൽ ഫോക്കസ് ചെയ്യണം, ഏത് ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ കേസിനാകെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആകെ പിന്നെ മുമ്പിലുള്ളത് PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ അത് ഡിഗ്രി ലെവൽ എക്സാമാണ്. KSൻ്റെ മെയിൻസ് ലെവൽ എക്സാമിനൊന്നും നമുക്ക് ഒരു റെഫറൻസും ഇല്ല. ആകെ പിന്നെ നമുക്ക് നോക്കാനുള്ള എന്താ, അതർ സ്റ്റേറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ എക്സാംസും അതേപോലെ നമ്മുടെ UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് നോക്കുന്നത്. അപ്പം ഇതെല്ലാം നോക്കി അനാലിസിസ് എടുത്ത് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ സമയമുണ്ടോ? ഇല്ല. ആകെ 80 ദിവസമേ ഉള്ളൂ. അതിന് പഠിക്കണം, റിവിഷൻ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അനാലിസിസ് ഒക്കെ ആര് ചെയ്യും? സോ അവിടെ നിങ്ങളൊരു നല്ല മെൻറ്ററിനെ കണ്ടുപിടിക്കുക. ഇനി പ്രയോറിറ്റി ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. കാട് കയറി പഠിക്കാൻ നിൽക്കാതെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, കൂടുതൽ അത് റിവൈസ് ചെയ്യുക, ഇനി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതേപോലെ സബ്ജക്റ്റ് വെയിറ്റേജ് മനസ്സിൽ വയ്ക്കുക. പ്രിലിംസ് പാസ്സാവാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ 77, 60, 50. സ്ട്രീം 1-ൽ 77, സ്ട്രീം 2-ൽ 60, 50 സ്ട്രീം 3-ലായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ഏകദേശം ലെറ്റസ് ചെയ്തവണ നമുക്കൊരു 90 മാർക്ക് എയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ സബ്ജക്റ്റ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്താൽ പറ്റും, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. ഇപ്പോൾ ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പൊതുവിൽ ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളം ആ ഒരു ഗ്രൂപ്പ് സോൾവ് ചെയ്യാൻ പാടൊന്നും ഉണ്ടാവില്ല. അതേസമയം മാത്സ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ മാത്സ്, എക്കണോമി, ജോഗ്രഫി വിൽ ബി ഒരു ലൂപ്പ്. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലെ സ്ട്രാറ്റജി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെയിറ്റേജും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് എന്താ നിങ്ങൾ പ്ലാൻ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും ഡെപ്ത് എത്രത്തോളം പഠിക്കണം, ഇതിനാര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ റൈറ്റ് മെൻറ്റർ അല്ലെങ്കിൽ റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ മെൻറ്റേഴ്സോ ആരുമില്ല, അല്ലെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ്. നമ്മുടെ കേസ് മെൻറ്ററിൻ്റെ കോഴ്സ് പ്ലാൻ ഇതെല്ലാം മനസ്സിൽ വെച്ച് ഡിസൈൻ ചെയ്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ KS എക്സാമിനും വി ഡിസൈൻഡ് ആ സിമിലർ പ്ലാൻ. ആൻഡ് ഇപ്പോൾ നമ്മുടെ മാറിയ PSCയുടെ ഡിമാൻഡ്സ് അനുസരിച്ചും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഏത് ഡെപ്ത് വരെ പോകണം, നിങ്ങൾക്ക് എപ്പോൾ റിവിഷൻ ചെയ്യണം, ടെസ്റ്റുകൾ എപ്പോൾ എഴുതണം, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കോംപ്രിഹെൻസീവ് പ്ലാനാണ് KS മെനൻ്റെ കോഴ്സ് പ്ലാൻ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് കോഴ്സ് പ്ലാൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇതിൽ സബ്ജക്ട്സും ഡേയ്സും കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ഒരു കോഴ്സ് പ്ലാൻ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഡെപ്തിലാണ് നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവർ എക്സാം ഹാളിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ 105-ൽ 73 റിസൾട്ട് നമുക്ക് സ്വന്തമായത്. സോ ഇത്തവണയും അതേ വിശ്വാസത്തിലൂടെ അതേ സക്സസ് മന്ത്രയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഞാൻ കോഴ്സ് പ്ലാനിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കോഴ്സ് പ്ലാനറിലൂടെ ഒരു ജേർണി, ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എങ്ങനെയാണ് KSൻ്റെ കോഴ്സ് പ്ലാനർ ഇരിക്കുന്നത്, ഹൗ വി ഹാവ് ഡിസൈൻഡ് ഇട്ട് എന്നുള്ളതിൻ്റെ ആസ്പെക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നതും ഇതേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഇവിടെ ബാച്ച് തുടങ്ങിയത് മാർച്ച് 17-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് 17 മുതൽ അവരുടെ എക്സാമിൻ്റെ സമയം വരെയുള്ള ഒരു എലൊക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻലി ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഈ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ സിലബസിൽ
കണ്ടായിരുന്നു അല്ലേ? അതിലെന്താണ് 18ാമത്തെ സെഞ്ച്വറി മുതൽ ഇപ്പോഴേക്കുള്ള എല്ലാ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് അങ്ങനെയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ്, റീജിയണൽ പവേഴ്സ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അവരെ പഠിപ്പിക്കുന്നത്. അതേപോലെ ഇപ്പോൾ സിമിലർലി ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിസിക്കൽ, ജോഗ്രഫി, ഓക്കെ, മിക്ക ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ ഇത് ഡീകോഡ് ചെയ്യുമ്പോൾ സോളാർ സിസ്റ്റം എന്നുള്ളൊരു വാക്ക് മാത്രമേ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ സോളാർ സിസ്റ്റത്തിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ നോക്കണം? ഒന്ന് നമ്മുടെ ഈ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് തിയറീസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് പ്ലാനറ്റ്സ്, അതേപോലെ നമ്മുടെ ഇപ്പോൾ ആസ്റ്ററോയിഡ് ബെൽറ്റ്, മീറ്റിയോറോയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ ഗ്രിഡ്, ബേസിക്സ് ഓഫ് ജോഗ്രഫി, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, അതിൽ ടൈം കാൽക്കുലേഷൻ, ഐഡിയൽ, റൊട്ടേഷൻ, റെവല്യൂഷൻ, സീസൺസ്, ഇത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ സിലബസിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഏരിയ ആണ്. UPSC എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് പലതവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കേസിനും വന്നിട്ടുണ്ട്. ഇനി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ഡീകോഡിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സ് പ്ലാനറിലുള്ളത്. സിമിലർലി നോക്കിയേ, ഇപ്പോൾ ഇക്കോണമിയിലാണെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്ത് വരിക. അപ്പോൾ ഇക്കോണമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ഇക്കണോമിക് റിഫോംസ്. ഓക്കെ, ഇക്കണോമിക് റിഫോംസ് വരും. അതുപോലെ പ്ലാനിങ് കമ്മീഷൻ, പിന്നെ നീതി ആയോഗ് ആയത്, അതിൻ്റെ ആസ്പെക്ട്സ്, അതെന്താണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഓരോ 5-year പ്ലാൻസിൻ്റെ ഗോൾ, ഇങ്ങനെയുള്ള ബേസിക്സിൽ നിന്ന് ഇത് നമ്മൾ കറക്റ്റായിട്ട് തറവായിട്ട് പഠിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഇക്കോണമിയിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പോലെയുള്ള കോർ ഏരിയയിലേക്ക് നമ്മൾ കയറുന്നു. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, പല മെത്തേഡ്സ് പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ ഈ നാഷണൽ ഇൻകം മൊഡ്യൂൾസിൽ ചെയ്യുന്നത്. സിമിലർലി പോളിറ്റി ആയാലും ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബാക്കി നോക്കിയേ, 1857 റിവോൾട്ട്, ഇന്ത്യൻ റിനൈസൻസ്, ഹിന്ദു റിഫോം മൂവ്മെൻറ്റ്സ്, ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ഈ സിലബസിനെ മൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. കൂടാതെ നിങ്ങൾ റിവൈസ് ചെയ്യണം എന്നുള്ളത് വെരി എസെൻഷ്യൽ ആണ്. അപ്പോൾ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ എപ്പോഴും റീക്യാപ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് കൂടാതെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഡേ എപ്പോഴും റിവിഷന് എംഫസൈസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റിവൈസ് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ ഏകദേശം ആദ്യത്തെ ടെസ്റ്റുകളൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ നടത്താറ്. സോ അവർക്ക് പതുക്കെ ട്രാക്കിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതേപോലെ ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂവിങ് ഫോർവേഡ് ഇപ്പോൾ ഫിസിക്കൽ, ജോഗ്രഫി, പോളിറ്റി, ഇവിടെ നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട്. അതിൽ ഓരോ ടോപ്പിക്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് തീർക്കേണ്ടത്, അതിങ്ങനെ മുമ്പോട്ട് പോയി നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ 4 ആകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് എഴുതും. അതേപോലെ റിവിഷൻ ഒരു ഡെഡിക്കേറ്റഡ് ഡേ. ഈ ഗോയിങ് ഫോർവേഡ് എഗെയിൻ നമ്മൾ ഇതേപോലെ ഹിസ്റ്ററി സബ്ജക്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു വരുന്നു. കേരള ഹിസ്റ്ററി പോലെയുള്ള മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് എഗെയിൻ റിവിഷൻ ഡേയ്സ് വരുന്നു, ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫുൾ സിലബസിനെ ബ്രേക്ക് ചെയ്ത് എക്സ്ക്ലൂസീവായിട്ട്, അന്ന് ടെസ്റ്റും കൂടി ഇല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ റിവിഷൻ ഡേയ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സിലും റിവിഷൻസ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ പോർഷൻസ് ഒരുവിധം തീരും. അപ്പം നമുക്ക് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഡേ 25 ആയിട്ടുള്ളൂ. 25 ആയപ്പോൾ തന്നെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ സിലബസ് കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. സിമിലർലി നമുക്ക് നോക്കാം. നമുക്ക് ഹാർഡ്ലി ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ എത്രയാണ് 80 ഡേയ്സ് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഡേ 44, ഡേ 47 ആകുമ്പോഴേക്കും 6ാമത്തെ ടെസ്റ്റ് ആവുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ 70s ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾസൊക്കെ പഠിച്ചു കഴിയും. അപ്പോഴേക്കും നമ്മുടെ ഫുൾ ടെസ്റ്റുകൾ, അതായത് പേപ്പർ വൈസ് ടെസ്റ്റുകൾ, പേപ്പർ 1ൻ്റെ ടെസ്റ്റുകൾ, പേപ്പർ 2ൻ്റെ ടെസ്റ്റുകൾ, ഏകദേശം ഫുൾ പോർഷൻസ് വെച്ച് നമ്മൾ ഇവിടെ ഏകദേശം ഡേ 75 മുതൽ വി വിൽ ബി ഫോക്കസിങ് ഓൺ സച്ച് ഫുൾ ടെസ്റ്റ്. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വളരെ കുറച്ച് പോർഷൻസ്, ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി മാത്രമാണ് നമുക്കിവിടെ കവർ ചെയ്യാൻ പെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാ മൊഡ്യൂൾസും നമ്മൾ തീർത്തിട്ടുണ്ടാവും. അപ്പോൾ റിവിഷൻ ഡേയ്സ്, പിന്നെ അവിടുന്ന് വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ബാക്കി ദിവസങ്ങളിൽ റിവിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ അങ്ങോട്ട് വേറെ ഒന്നും നിങ്ങൾ പുതുതായിട്ട് പഠിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് എടുക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും തറവാക്കുക. ഇപ്പോൾ 10 ബുക്കുകൾ ഒരു തവണ വായിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഒരു ബുക്ക് 10 ടൈംസ് വായിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീൻ ടൈം ഇത്രയും നമ്മൾ ടെസ്റ്റ് എഴുതി റിവൈസ് ചെയ്തു, ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, റിവിഷൻ നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്, ലാസ്റ്റ് വരുമ്പോൾ കംപ്ലീറ്റ് ക്രിസ്പായിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ദിവസമൊക്കെ വേറെ ഒന്നും ചെയ്യരുത്, അങ്ങനെ റിവിഷൻ മാത്രം ചെയ്യുക. അങ്ങനെ ഫൈനലി ജൂൺ 14th യു വിൽ ബി ഹാവിങ് യുവർ KS പ്രിലിംസ് എക്സാം. സോ ഇത്രയും പ്ലാൻ ചെയ്ത് എഫക്റ്റീവായി പ്ലാൻ ചെയ്തിട്ട് അത് ഫോളോ ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ കോഴ്സ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നമ്മുടെ ബാച്ചസിൽ ചേർന്ന് ഈ കോഴ്സ് പ്ലാൻ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും യു ക്യാൻ കോൺടാക്ട് us. അതേപോലെ KS മെൻറ്ററുടെ ടെലിഗ്രാം ചാനലിലും നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ചില ഗ്ലിംസസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ KSൻ്റെ കോഴ്സ് പ്ലാനർ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെയാണ് നിങ്ങളൊരു എഫക്റ്റീവായിട്ട് കോഴ്സ് പ്ലാനർ ഉണ്ടാക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്താണ്, നിങ്ങൾ KS എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, പ്ലാൻ ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, ടെസ്റ്റ് എഴുതുക. സോ യു people can crack it, and all the very best. Stay motivated, stay healthy. Thank you.